തിയോഫിനിലേക്ക് പോകാം. തൃശ്ശൂരിലെ ചൂടിന്റെ വിശദാംശങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഫിനിഷ, ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിൽ കടുത്ത ചൂട് തന്നെയാണ്. ചെറിയൊരു ആശ്വാസം എന്ന് പറയാം, അതായത് ആശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഇന്നലെ രാത്രി ചെറിയ തോതിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചെറിയ ചാറ്റൽ മഴയുണ്ടായി. പക്ഷേ ഈ മഴ ആശ്വാസം നൽകുന്നതിന് പകരം ചൂട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ജില്ലയിൽ വ്യാപകമായി തന്നെ ചൂട് കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒരുപക്ഷെ കൂടുതലാണെന്ന് പറയാം. ഇന്ന് രാവിലെ മുതൽ തന്നെ കടുത്ത ചൂടാണ്. നമ്മളും ഇപ്പോൾ ഈ ചൂടത്ത് തത്സമയം നിൽക്കുന്ന സമയത്ത് തന്നെ വേർത്ത് ഒഴുകുകയാണ്. നേരത്തെ സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലൊരു ചൂട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്നും തുടരുകയാണ്. കനത്ത ചൂടുണ്ട്. ഈ ഉഷ്ണതരംഗം വ്യാപിക്കുന്നതിന്, അതായത് ഔദ്യോഗികമായി പലപ്പോഴും ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ കൂടിയും ഉഷ്ണതരംഗ വ്യാപനം അതിന്റെ ഒരു അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ. കാരണം പലപ്പോഴും ഈ രേഖപ്പെടുത്തപ്പെടുന്ന താപനില, കാരണം ഇന്നലെ രേഖപ്പെടുത്തപ്പെട്ട താപനില 40 ഡിഗ്രിക്ക് അടുത്താണെന്ന് മാത്രമേ ഉള്ളൂ. 30 മുകളിൽ 40 ഇടയിലായിട്ടുള്ള താപനിലയാണ് ഔദ്യോഗികമായി താപമാപിനിയിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ അന്തരീക്ഷത്തിൽ ജലാംശം തങ്ങി നിൽക്കുന്നുണ്ട്. അതായത് ഹ്യൂമിഡിറ്റി കൂടുതലുണ്ട് തൃശ്ശൂരിൽ. ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്നതിനാൽ തന്നെ അനുഭവപ്പെടുന്ന താപനില, അതായത് ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെടുന്ന താപനിലയും ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന താപനിലയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരു 3 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടുതൽ ശരിക്ക് അനുഭവമാകുന്നുണ്ട്. അത്തരത്തിലൊരു വലിയ പ്രയാസം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടില്ല. ആ മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുകയാണ്. വലിയ കരുതൽ മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ സേനയും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കന്നുകാലികളുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം 11 മണി മുതൽ 3 മണി വരെയുള്ള, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം വെയിലത്തിറങ്ങേണ്ടി, അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി വെയിലത്തിറങ്ങേണ്ടി വരുന്നവരാണെങ്കിൽ, ജോലികളുടെ ഭാഗമായി വെയിലത്ത് നിൽക്കേണ്ടി വരുന്നവരാണെങ്കിൽ കുടയും പാദരക്ഷയും നിർബന്ധമായി ഉപയോഗിച്ചുകൊണ്ട് ഈ വെയിലിന്റെ കാഠിന്യത്തിൽ നിന്ന്, സൂര്യതാപത്തിൽ നിന്നും സൂര്യാഘാതത്തിൽ നിന്നുമൊക്കെ രക്ഷ നേടാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കാനാണ് നിർദ്ദേശം. അത് തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ശുദ്ധജലമാണ് കുടിക്കേണ്ടത്. ചായ, കാപ്പി തുടങ്ങിയവയും മദ്യം, കാർബണേറ്റഡ് പാനീയങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുക. നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന കോള ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ, ഇതെല്ലാം നിർജ്ജലീകരണം ഭയങ്കരമായി വർദ്ധിപ്പിക്കും. അത്തരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കുക. ശുദ്ധജലം ധാരാളം കുടിക്കുക. ശുദ്ധജലം ലഭ്യമാക്കാനുള്ള നടപടികൾ, കാരണം എല്ലായിടത്തും എത്തിക്കാൻ സർക്കാർ സംവിധാനത്തിലൂടെ സാധിക്കില്ല. അപ്പോൾ മറ്റ് സംഘടനകളോ NGO-കളോ ഈ രീതിയിലുള്ള സംവിധാനം, തണ്ണീർപന്തൽ പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള അത്തരത്തിലൊരു സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അതോടൊപ്പം തന്നെ കന്നുകാലികളുടെ കാര്യത്തിൽ, കന്നുകാലികളെ പുറത്ത് മേയാൻ വിടുമ്പോൾ ഇതെല്ലാം വെയിലേറ്റ് ഇവയ്ക്ക് നിർജ്ജലീകരണം സംഭവിച്ച് മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൊഴുത്തുകളിൽ കെട്ടിയിരിക്കുന്ന കന്നുകാലികളിലും വലിയ തോതിൽ, കാരണം ഈ പൊതുവെ തൊഴുത്തുകളുടെ മേൽക്കൂരയ്ക്ക് ഉയരം കുറവാണ്. അപ്പോൾ ചൂട് നേരിട്ട് ഏൽക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അത്തരത്തിലുള്ള മേൽക്കൂരകളുടെ മുകളിൽ ഈ നേരിട്ട് വെയിലേൽക്കുന്നത് കുറയ്ക്കാനായി എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. നനച്ച് ചാക്കിടുകയോ അല്ലെങ്കിൽ ഓല പോലെയുള്ള എന്തെങ്കിലും ഇട്ട് വെയിൽ നേരിട്ട് മേൽക്കൂരയിൽ ഏൽക്കുന്നത് കുറയ്ക്കുകയും ഈ കന്നുകാലികൾക്ക് അതിന്റെ ആഘാതം ഉണ്ടാകുന്നത് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ചൂടിന്റെ മുന്നറിയിപ്പ്, ഉഷ്ണതരംഗ മുന്നറിയിപ്പും ജില്ലയിൽ തുടരുകയാണ്. വെന്തുരുകുകയാണ് തൃശ്ശൂരിൽ ജനങ്ങൾ ഇന്നും. ശരി തിയോഫിൻ.